തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട ന്യൂസ് മലയാളത്തിന്റെ ചോദ്യത്തോട് പ്രകോപിതനായി ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം തുറന്നു പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമല്ലെന്നും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. തൃശ്ശൂരിലെ വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. ഗുരുവായൂർ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനാണ് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. അദ്ദേഹം തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. വാശിയേറിയ മത്സരമാണ് ഗുരുവായൂരിൽ നിന്നുള്ളതാണ് താങ്കളുടേതായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും പോലും മനസ്സിലാക്കുന്നത്. എത്രമാത്രം ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്? അതിശക്തമായ വാശിയോടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. വീട് വീടാന്തരം കയറി സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. ഒന്ന്, അഴിമതിയുടെ അടിസ്ഥാനപരമായി അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം. ഗുരുപവനപുരിയായ ഗുരുവായൂരിൽ വരുന്ന ഭക്തജനങ്ങൾക്കൊരു സൗകര്യമില്ലാത്ത, ഒരു സൗകര്യമൊരുക്കാത്ത ഒരു ഭരണകൂടം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ വിവാദമാണ്. അതായത് പറയാതെ തന്നെ അറിയാതിരിക്കും വിഷയം എന്താണെന്നുള്ളത്. അതായത് ഹിന്ദു MLA എന്നുള്ളൊരു പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് വലിയ ചർച്ചയായി മാറുകയും അതിനെതിരെ KSUവും CPM ഒക്കെ പരാതിയുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. വിവാദമല്ലേ, യാഥാർത്ഥ്യമല്ലേ? യാഥാർത്ഥ്യങ്ങൾ വിവാദമാക്കേണ്ടത് സമൂഹമാണ്. ഞാനൊരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ആ യാഥാർത്ഥ്യത്തിൽ 100% ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഒരു മാറ്റവുമില്ല. ഞാൻ ചോദിക്കണേ, ഹിന്ദുവിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം വിവാദം, ഹിന്ദുക്കളുടെ ഒരു കാര്യം സൂചിപ്പിച്ചാൽ വിവാദം. അതെന്ത് പരിപാടിയാണ്? ഇവിടെ ചാവക്കാട് ഒരു മതപണ്ഡിതൻ്റെ യാത്രയുണ്ടായിരുന്നു, മുസ്ലിം മതപണ്ഡിതൻ്റെ മത്സരമായിരുന്നല്ലോ. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആ വേദിയിൽ കയറി വയ്ക്കാൻ പട്ടാപ്പകൽ വെളിച്ചത്ത്. തൊട്ടപ്പുറത്ത് ഒരു മഹാകുംഭമേള നടന്നല്ലോ, ഇവർ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. വിവാദമാക്കുന്നവർക്ക് വിവാദമാക്കാം. ഞാനൊരു പെരുമാറ്റച്ചട്ടങ്ങളിൽ മതം പറഞ്ഞു വോട്ട് ചോദിക്കരുത് എന്നുള്ളത് വക്കീലായ താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കൂടി ഇല്ലേ? ഞാൻ മതം പറഞ്ഞല്ലോ വോട്ട് ചെയ്യണേ, ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞല്ലേ. ഒരു ഹിന്ദു MLA എന്തുകൊണ്ട് 50 വർഷമായിട്ട് നിർത്തിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യം അന്നും ഇന്നും നാളെയും ചോദിക്കും, ഒരു സംശയമില്ല. പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ ഒരു ശ്രീരാമകൃഷ്ണനെ പോലെ ഹിന്ദു തെരഞ്ഞെടുക്കപ്പെടുന്നതുകൊണ്ട് അത് അതിനെ കൂടി ഉയർത്തിക്കൊണ്ട് CPM പ്രതിരോധിക്കുന്നുണ്ട്. എന്താണ് അത് മറുപടി പറയാം? CPM പ്രതിരോധിക്കട്ടെ എന്നേ. ഞാൻ ഗുരുപവനപുരിയാണ് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രം പൊന്നാനിയിലില്ല. ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരിലേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ മത്സരത്തെ എങ്ങനെ നോക്കുകയാണെന്ന്? NK അക്ബറാണ്, ശക്തമായ മത്സരമാണ്. CH റഷീദ്. ഞാനതൊന്നും നോക്കാറില്ല. ഞാൻ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഒരു 50% ഹിന്ദുക്കൾ കൂടിയുള്ള, മുസ്ലിങ്ങൾ കൂടിയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഏത് നിലയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്? അതിപ്പോ താങ്കൾ മതമല്ലേ ചോദിച്ചേ? താങ്കളിപ്പോ എന്നോട് ചോദിച്ച മതമല്ലേ? അത് താങ്കൾ ആദ്യം താങ്കളെ പോലുള്ള ആളുകളുടെ ഉള്ളിലുള്ള ആ ചോദ്യം ഞാൻ തിരിച്ചു പറയുന്നു. 50% ഹിന്ദുള്ള സ്ഥലം. എനിക്ക് പരാതി ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 ഏതായാലും വി ഗോപാലകൃഷ്ണൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം വാശിയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിലവിൽ ഉന്നയിച്ച ആ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.